ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെ വേലക്കാരിയെ പോലെ രേവതിയെ കൊണ്ട് എല്ലാവരും ജോലി ചെയ്യിപ്പിക്കാണ്. വർഷയ്ക്ക് അവളോട് സ്നേഹവും സിമ്പതിയൊക്കെ ഉണ്ടെങ്കിലും ചന്ദ്രയുടെ മുമ്പിൽ വർഷയ്ക്കും തന്നെ എതിർക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും രേവതി എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വർഷയ്ക്ക് തനിക്കൊരു ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം തോന്നി. വർഷ ആദ്യം ചന്ദ്രമതിയോട് പറഞ്ഞാലോ എന്ന് തോന്നുക. അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നും കരുതിക്കൊണ്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഒരു ആപ്പിൾ ഷേക്ക് അടിക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് അപ്പുറത്തായിട്ട് തന്നെ ഒരാൾ പുറംതിരിഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. രേവതി ചേച്ചിയല്ലേ അതെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഓടി വന്ന് രേവതിയെ പിടിച്ച് കുലുക്കുന്നുണ്ട്. ബോധം കെട്ട് കിടക്കായിരിക്കും. അയ്യോ എന്ത് ചെയ്യും, സച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ശ്രീകാന്തും ഇല്ല. ആ ഫോണിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. ചേച്ചി ചേച്ചി എണീക്കെന്ന് പറഞ്ഞ് പിടിച്ച് കുലുക്കുന്നുണ്ട്. രേവതിയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിക്കുമ്പോൾ രേവതി പതിയെ കണ്ണ് തുറക്കുന്നുണ്ട്. വളരെ അസഹായമായിട്ട് തന്നെ തലചുറ്റിൽ വന്നതാണോ ചേച്ചി, എന്ത് പറ്റി എന്ന് ചോദിക്കാണ്. എന്നാൽ രേവതിക്കാണെങ്കിൽ വളരെ ക്ഷീണിതമായതുകൊണ്ട് തന്നെ വീണ്ടും വർഷയുടെ ദേഹത്തേക്ക് അങ്ങ് മറിഞ്ഞു വീയാണ്. അയ്യോ അമ്മേ, ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ വർഷ പറയുമ്പോൾ അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അവൾ വെറുതെ അഭിനയിക്കുക, അവൾക്ക് ജോലി ചെയ്യേണ്ടി വരുമെന്ന്. അമ്മ എന്താ ഇങ്ങനെ മനുഷ്യത്തില്ലാതെ പെരുമാറുന്നത്, അങ്ങനെ പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി മനസ്സിൽ കരുതു, ഇനി ഇവളുടെ മുമ്പിൽ ഇത്രയും അങ്ങ് മനുഷ്യത്വമില്ലാതെ പെരുമാറെ ഇവൾ തന്നെ വെറുക്കും, അതുകൊണ്ട് അത് പാടില്ല. അങ്ങനെ രേവതിയെ പിടിച്ചുകൊണ്ട് തന്നെ സോഫയിൽ ഇരുത്താണ്. എന്നാൽ രേവതിക്കാണെങ്കിലോ വല്ലാതെ വിയർക്കുകയും അതുപോലെ രേവതിയുടെ അവശ്യ നില കണ്ട് വർഷ പറയാണ്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാം ചേച്ചിയെ, അവിടേക്ക് സച്ചേട്ടൻ വന്നോളും, ഇവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്, അയ്യോ എന്ത് പറ്റി രേവതി മോളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അത് പിന്നെ അച്ഛ അടുക്കളയിൽ തലചുറ്റി വീണതാണെന്ന് തോന്നുന്നു, ചേച്ചിക്ക് തീരെ വയ്യ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് പറയാ. അങ്ങനെ വർഷ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ രേവതിയെ. എന്നാൽ ചന്ദ്ര നീ കൂടെ പോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വയ്യ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ്റെ അടുത്ത്. എന്നാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് രവീന്ദ്രനും കൂടെ പോകുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ വർഷയും രവീന്ദ്രനും കൂടെ കൂടിയിട്ട് രേവതിയെ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലെത്തിയ രേവതിയെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു പുഞ്ചിരിയോട് കൂടി എന്നാണ് ലാസ്റ്റ് പീരീഡ് ആയതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ രേവതി ഡേറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തായാലും കൺഗ്രാസ് രേവതി എന്ന് പറയാണ്. വർഷം അങ്ങോട്ട് വരുമ്പോഴും ഡോക്ടർ പറയാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇയാൾ പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ അലസതയും ക്ഷീണാണ്, ആളുപോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല താൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം എന്ന് പറയുമ്പോൾ രേവതി ആകെ നെട്ടാണ് കേട്ടോ. എന്ത് പ്രഗ്നൻ്റോ, അതെ സച്ചേട്ടന് ഇത് അറിഞ്ഞിട്ടില്ല, സച്ചേട്ടൻ വന്നോ എന്ന് ചോദിക്കും. ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ചേച്ചി എന്ന് പറയാണ്. അപ്പോൾ അതാണല്ലേ തലചുറ്റി വീഴാനുള്ളതിന് കാരണം, എൻ്റെ ചേച്ചിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് വർഷ പറയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞാവ് വരാൻ പോകുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ വയറ്റത്ത് പിടിക്കാൻ കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു സന്തോഷം അടിച്ചു പൊളിക്കണം ചേച്ചി, വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടെ വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ഡോക്ടർ പറയും കുറച്ച് സമയം കൂടെ രേവതി റെസ്റ്റ് എടുക്കട്ടെ, നല്ല റെസ്റ്റ് വേണം, ഈ സമയത്ത് ആൾക്ക് തീരെ ബ്ലഡ് കുറവാണ്, ക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് ഫ്രൂട്ട്സും പച്ചക്കറിയും വെള്ളവും ധാരാളം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. മാസം മാസം ചെക്കപ്പിന് വരണം, നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് അവിടുത്തെ ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് മെഡിസിൻ എല്ലാം വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. രവീന്ദ്രൻ എന്ത് പറ്റി മോളെ, ഇപ്പം തന്നെ പോവാനായോ? ഒന്നുമില്ല, എന്തായാലും അച്ഛൻ ഇത്രയും പെട്ടെന്ന് ഒരു മുത്തശ്ശനാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് വർഷക്കാളിയാക്കി പറയാട്ടോ. എന്താ മോളെ പറഞ്ഞത്? അതെ, നമ്മുടെ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, അതിൻ്റെ ലക്ഷണമാച്ച എന്ന് അവൾ പറയാണ്. ഇത് കേട്ടത് രവീന്ദ്രൻ വല്ലാത്ത സന്തോഷമാവാട്ടോ. വാ മോളെ നമുക്ക് പോവാം, സൂക്ഷിച്ചെന്ന് പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ സച്ചി വിവരമൊന്നും അറിയുന്നില്ല. സച്ചി എത്രയ്ക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ, ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. അങ്ങനെ സച്ചി വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വർഷ ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും പായസമൊക്കെ വർഷ തന്നെ ഉണ്ടാക്കായിരിക്കും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വർഷ നല്ല കറക്റ്റായിട്ട് മധുരം വിളമ്പിട്ടുണ്ട് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവട്ടോ. സച്ചിക്കും കൊടുക്കുന്നുണ്ട്. എന്താ വിശേഷം, പൗഡർ എടുത്ത് എവിടെ, പൗഡർ എടുത്തേക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ പാർലർ വിറ്റോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെന്താ, അതൊന്നുമല്ലടാ, നീ നിൻ്റെ ഭാര്യ അടുത്തേക്ക് ചെല്ലുന്ന രവീന്ദ്ര പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാനോ, അവളെവിടെ, അവളെ അടുക്കളയിലല്ലേ ഉണ്ടാവൂ, അല്ല അവളിപ്പോൾ റൂമിലുണ്ട്, ഏട്ടത്തി അടുത്തേക്ക് ചെല്ലുന്ന് വർഷ പറയാണ്. അങ്ങനെ വർഷയൊന്ന് നോക്കിയിട്ട് രേവതി അടുത്തേക്ക് ചെല്ലുമ്പോൾ രേവതി ബെഡിൽ ഇങ്ങനെ കിടക്കായിരിക്കും കേട്ടോ. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ സച്ചി കണ്ടതും അവൾ എണീറ്റിരിക്കുകയാണ്. എല്ലാം നീ സമയത്ത് കിടക്കുന്നത് പതിവില്ലല്ലോ, ഇന്നിതെന്ത് പറ്റി? അതെ ഇനി കിടക്കാനാ ഡോക്ടർ പറഞ്ഞത്. എന്ത് ഡോക്ടർ കിടക്കാൻ പറഞ്ഞെന്നോ? ആ മനുഷ്യൻ എനിക്ക് നല്ല പച്ചമാങ്ങ തിന്നാൻ കൊതിയാവുന്നു. എന്താണെന്ന് എനിക്കിപ്പോൾ എന്നും ഇല്ലാത്തൊരു കൊതിയൊക്കെ, എന്തിനാണ് നീ ഇപ്പോൾ പച്ചമാങ്ങ കഴിക്കുന്നത് എന്ന് ചോദിക്കാനും.
അത് കേട്ട സച്ചിയോട് ഈ സച്ചിയേട്ടന് ഒന്നും അറിയില്ല. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ തലക്കറങ്ങി വീണു. എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് വർഷയാണ്. എന്നിട്ട് രവതി നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് അവൻ ആദിയോട് കൂടെ അവനെ തൊടുന്നൊക്കെ ഉണ്ട്. എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ അപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. എന്താ ഡോക്ടർ പറഞ്ഞത്? നിനക്കിനി വലിയ അസുഖം വല്ലതും അങ്ങനെ ബേജാറോട് കൂടെ പറയാൻ കേട്ടോ. എൻ്റെ സച്ചിയേട്ടാ ഡോക്ടർ പറഞ്ഞതേ സച്ചിയേട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നെന്ന്. അത്രേ ഉള്ളോ? ഇത് കേട്ടതും സച്ചി ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ സച്ചി എന്ത് ഞാൻ അച്ഛനോ? അതെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ചെറിയ ഒരു സച്ചിയേട്ടൻ വളരുന്നുണ്ട് എന്ന് പറയാട്ടോ. ഇത് കേട്ടതും സച്ചിക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അവളെ പിടിച്ചങ്ങ് ഉയർത്താണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് താഴെ വെക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ എൻ്റെ കടം എന്ന് പറയുമ്പോൾ എൻ്റെ സച്ചിയേട്ടാ കടക്ക അതിൻ്റെ ലെവലിൽ വീണു. അത് കരുതിയിട്ട് നമുക്ക് കുഞ്ഞു വേണ്ടെന്നാണോ സച്ചിയേട്ടാ ഈ പറയുന്നത് എന്ന് രേവതി ചോദിക്കാണ്. അതല്ല എന്നാലും നമുക്ക് കുഞ്ഞ് സച്ചിയേട്ടാ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കും. ഇപ്പം സന്തോഷിക്കുന്ന സമയമാണ്. എന്നാലും സന്തോഷിക്കാല്ലേ. അപ്പോൾ കുഞ്ഞു രേവതി ആയിരിക്കുമോ നിൻ്റെ വയറ്റിൽ? അല്ല എനിക്കൊരു കുഞ്ഞു സച്ചിയെ മതി എന്നവൾ പറയണേ. നമുക്ക് ഈ സന്തോഷം മുത്തശ്ശിയെ വിളിച്ചറിയിക്കേണ്ടേ? പിന്നെ വേണ്ടേ എൻ്റെ മുത്തശ്ശിയാണ് ഇതാദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞു രേവതി ഫോണെടുത്ത് സന്തോഷ വാർത്ത മുത്തശ്ശിയെ അറിയിക്കാണ്. മുത്തശ്ശി ഇത് അറിഞ്ഞതും തുള്ളിച്ചാടണം കേട്ടോ. ആ വീട്ടിൽ എൻ്റെ സച്ചിമോൻ്റെ കുഞ്ഞു തന്നെയാണ് ആദ്യം വരേണ്ടത്. അത് ദൈവനിശയാണ്. ചന്ദ്ര എത്രയൊക്കെ ചാടിയാലും എന്താ അത് നടക്കാതെ പോയില്ല. സുധിക്ക് ആദ്യം കുഞ്ഞുണ്ടാവണമെന്ന് അവൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എത്രയോ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം അവൾ തടഞ്ഞു വെച്ചത്. ഇതാണ് ദൈവത്തിൻ്റെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രമതിക്കാണെങ്കിലും നെഞ്ചിൽ തീയാട്ടോ. ആ ശ്രുതിയും സുധിയും എന്തിനു പറ്റും? അവൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ ആദ്യം വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്തുണ്ടായത്? അവരെ പറഞ്ഞാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ചങ്കിൽ ഇങ്ങനെ കൈവെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവളുടെ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് വരെ ആ ഒരു മനസ്സ് ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സന്തോഷിക്കേണ്ട, എങ്ങനെയെങ്കിലും അവളെ ഗർഭം അലസിപ്പിക്കണം. ഇത് മാത്രമാണ് ചന്ദ്രമതിയുടെ ചിന്ത. അങ്ങനെ ശ്രുതിയോടെ വന്നിട്ട് പറയും, കേടാ കണ്ടു പഠിക്ക്. അവരിപ്പോൾ അച്ഛനും അമ്മയും ആവാൻ പോയി. നീയും ശ്രുതിയോ ഇപ്പോഴും ജോലി അത് ഇത് ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന തെണ്ടി നടക്കാൻ നിനക്ക് ഈ ഒരു കാര്യത്തിലെങ്കിലും നിനക്ക് ഇത്തിരി ശ്രദ്ധ കാണിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. അമ്മി ഞാൻ എന്ത് ചെയ്യാനാണ്? ശ്രുതി ഗർഭിണിയാവത്ത് എൻ്റെ തെറ്റാണോ എന്ന് ചോദിക്കുക. ആടാ നിൻ്റെ തെറ്റ് തന്നെയാണ്. സമയത്ത് അവൾ ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. ഇതിപ്പോൾ അതുമില്ല. വെറുതെ മനുഷ്യൻ മെനക്കെട്ടത് വെറുതെ ആയി എന്നൊക്കെ ചന്ദ്രമതി പറയാൻ കേട്ടോ. ആ ശ്രുതിക്കും നീ കണ്ടോ ആ രേവതിക്കും സച്ചിക്കും ആദ്യം കുഞ്ഞ് പിറക്കും. അവൻ്റെ കുഞ്ഞ് ഈ മൂടുമുറ്റത്ത് നടക്കും. ആ പൂക്കാരിക്ക് അങ്ങനെ ആദ്യം കുഞ്ഞ് ജനിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തലവിധി എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് വന്ന വർഷയ്ക്ക് മനസ്സിലാവണം ചന്ദ്രമതി എന്തൊരു ദുഷിച്ച സ്ത്രീയാണെന്ന കാര്യം. അമ്മേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതിന് മോളെ ഞാൻ എന്ത് പറഞ്ഞ്? അല്ല അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. ആരുടെ കുഞ്ഞ് ഈ വീടുമുറ്റത്ത് നടന്നാലും അത് അമ്മയുടെ പേരക്കുട്ടി തന്നെയല്ലേ? ഈ 3 ആൺകുട്ടികളും അമ്മയുടെ മക്കൾ തന്നെയല്ലേ? അപ്പോൾ ആരുണ്ടായാലും ആദ്യം ആര് പിറന്നാലും എന്താ അമ്മയെ കുഴപ്പം? സച്ചേട്ടനും രേവതി ആൻറ്റി ചേച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത് നല്ല കാര്യമല്ലേ? പക്ഷെ അമ്മ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എൻ്റെ വീട്ടുകാരറിഞ്ഞാലേ എന്നെ ഇപ്പം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് ഒന്ന് ആക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയോട് പറയട്ടെ. അയ്യോ മോളെ ഞാൻ പറഞ്ഞല്ല, രേവതിക്ക് കുഞ്ഞ് ജനിക്കല്ല, അവളെ കെയർ ചെയ്യണം, അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഫ്രൂട്ട്സ് കൊണ്ടുവരണം എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം പോവാണ്. ഇവൾ എന്താ ഈ പെണ്ണിങ്ങനെ എപ്പോഴും രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കല്ലോ. അതങ്ങനെ പറ്റില്ല. ഇവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിരിപ്പിക്കണം. അതിനു മുമ്പേ ആ രേവതിയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നൊരു ചിന്തയാണ് കേട്ടോ. എന്നാൽ അതൊന്നും നടക്കില്ല. മുത്തശ്ശി ഓടിയെത്തുന്നുണ്ട്. രേവതിക്ക് വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രേവതി കാണാനായിട്ട് കുറേ ഫ്രൂട്ട്സും പച്ചക്കറിയും പല സാധനങ്ങളും അവൾക്കുള്ള സമ്മാനങ്ങളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിൽ 2 വളകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അസൂയോടുകൂടെ നോക്കി നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ. വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. എന്തായാലും ചന്ദ്രമതിക്ക് നല്ല അടി കിട്ടിയ പോലെ തന്നെയാണ് നമ്മുടെ രേവതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാലും അതൊക്കെ പായ്വാക്കായി പോവാണ്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സച്ചിക്കും രേവതിക്കും കുഞ്ഞ് പിറക്കുന്നുണ്ട്.